ഇടുക്കിയിലേക്കൊന്ന് പോകാം. ജെയിനസ് രാജു ആണ് വിവരങ്ങളുമായി ചേർന്നത്. ജെയിൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ കാര്യങ്ങളൊക്കെ ഓരോന്നും നമ്മൾ കണ്ടതാണ്. വ്യാപക നാശനഷ്ടമാണ് ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഗതാഗത തടസ്സം ഉൾപ്പെടെ ഉണ്ടാകുന്നു. വലിയ തോതിൽ പലർക്കും നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നു. രാത്രിയോടുകൂടി മഴയുണ്ടായിരുന്നു. കാലാവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? മലയോര മേഖല ആയതുകൊണ്ട് തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെയും നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ വിവിധ മേഖലകളിൽ ഇപ്പോഴും തുടരുകയാണ്. എങ്ങനെയാണ് ഒരു പൊതുചിത്രം? പൂജ, ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം ജില്ലയിൽ പരക്കെ മഴ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. തൊടുപുഴ ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ഏതാണ്ട് ഒരു 5-6 മണിക്കൂറിനിടയിൽ മഴ പൂർണ്ണമായും മാറി നിൽക്കുകയാണ്. മലയോര മേഖലയിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. നമുക്ക് പിന്നിൽ കാണുന്നത് മലങ്കര ഡാമാണ്. മലങ്കര ഡാമിൻ്റെ 5 ഷട്ടറുകളാണ് ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ 4 ഷട്ടർ 50 സെൻറ്റിമീറ്റർ ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിയത്. ഇവിടെ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുമ്പോൾ മൂവാറ്റുപുഴ പ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ജലനിരപ്പ് കുറച്ചത്, പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ചത്. അതിനുശേഷം ഇപ്പോൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് രാത്രി ഉൽപ്പാദനം കൂടുതലായിരുന്നു. അതിനെ തുടർന്നാണ് 5ാമത്തെ ഒരു ഷട്ടർ കൂടി 50 സെൻറ്റിമീറ്റർ ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. മറ്റ് ഡാമുകളുടെ കാര്യത്തിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കാരണം ഇടുക്കി ഡാമിൽ സംഭരണശേഷിയുടെ 50% മാത്രമാണ് വെള്ളമുള്ളത്. 50%-ത്തിൽ താഴെ വെള്ളം മാത്രമേ ഉള്ളൂ. മുൻ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 40 അടി വെള്ളം കുറവാണ്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ ചെറിയ ഡാമുകൾ ഇപ്പോൾ കല്ലാർകുട്ടി, പാമ്പ്ള, അതോടൊപ്പം തന്നെ കല്ലാർ ഉൾപ്പെടെയുള്ള ചെറിയ ഡാമുകളുണ്ട്. ആ ചെറിയ ഡാമുകൾ പെട്ടെന്ന് നിറയുന്ന ഡാമുകളാണ്. അതെല്ലാം തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴകളുടെ തീരത്ത് താമസിക്കുന്നവർ ഈ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. വെള്ളമൊന്നും വീടുകളിലേക്ക് എത്തില്ല. പക്ഷേ കുളിക്കുന്നതിനും മീൻ പിടിക്കുന്നതിനുമൊക്കെ പുഴയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നിയന്ത്രണത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ വിനോദസഞ്ചാര മേഖലയിൽ സമ്പൂർണ്ണമായിട്ടുള്ള നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് മുന്നറിയിപ്പുകൾ അവസാനിക്കുന്നത് വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് അവധി ദിവസങ്ങളായിരുന്നു. രാവിലെ മുതൽ വിനോദസഞ്ചാരികളായ ആളുകൾ ജില്ലയിലേക്ക് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പല സ്ഥലത്തും ഗതാഗതം തടസ്സം ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട 2 ദേശീയപാതകളിലും മണ്ണിടിച്ചിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലത്തും വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും മുന്നറിയിപ്പ് പിൻവലിക്കുന്നതനുസരിച്ച് കൂടുതൽ ആളുകൾക്ക് ജില്ലയിലേക്ക് വരാനുള്ള സൗകര്യവുമുണ്ട്. പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത് ജാഗ്രതയുടെ സമയമാണ്. ഈ സമയത്ത് മലയോര മേഖലയിലേക്കുള്ള യാത്ര ഒഴിവാക്കണം എന്നുള്ളതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ജില്ലയിൽ മൊത്തം 8 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. മഴ മാറിയ സാഹചര്യത്തിൽ അവർക്കൊക്കെ വീടുകളിലേക്ക് അധികം വൈകാതെ തന്നെ പോകാൻ കഴിയും. 64 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. 14 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഉടൻ നടപ്പിലാക്കും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ മാത്രം ഏതാണ്ട് 9ഓളം ഉരുൾപൊട്ടലുകളാണ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. 74-ലേറെ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഗൗരവം ഇപ്പോഴത്തെ സ്ഥിതിക്കുണ്ട്. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ഏത് സമയത്തും മഴ കൂടുതൽ ശക്തി. അതെ, അതാണ് പ്രധാനം. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ കണ്ടതാണ് ഇടുക്കി ജില്ലയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ജെയിൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ മഴയൊന്ന് മാറി നിൽക്കുന്നു എന്ന് നമ്മൾ ഓരോ ജില്ലകളുടെ കാര്യം പറയുമ്പോഴും, പ്രത്യേകിച്ച് ഈ വിനോദസഞ്ചാര മേഖലകളൊക്കെ യാത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും പലർക്കും അറിയാം മഴയൊക്കെ മാറി നിൽക്കുകയാണ്, ഇനി കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരിക്കലും ചിന്തിക്കരുത്.